എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. 雷の呼吸一の型霹靂一閃 എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ നമ്മൾ കാണുന്നത് ഒരു കുട്ടി വാ പൊളിച്ച് നോക്കിയിരിക്കുന്ന ഒരു സീനാണ്. പെട്ടെന്ന് ആ കുട്ടി ഒരു സാധനം കണ്ട് ഷോക്കാവുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവിടേക്കൊരു മരത്തിൻ്റെ മേലേക്ക് ഇടിമിന്നലടിച്ച് ആ മരം പിളർന്നു പോയി. ഇപ്പം നമ്മുടെ പ്രസൻറ്റ് സീനിലാണ് കാണിക്കുന്നത്. പ്രസൻറ്റ് സീനിലാണെങ്കിൽ നമ്മുടെ ലൂബു ആണെങ്കിൽ തോറിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. തോറാണെങ്കിൽ തൻ്റെ ഒരു മാസീവായ ടെക്നിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ സീനാണ് നമ്മളിപ്പോഴും കാണുന്നത്. ആ പൊട്ടിത്തെറിയുടെ ഇമ്പാക്റ്റ് കാരണം ആർക്കും തന്നെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ പൊട്ടിത്തെറിയിൽ ആരും മരിച്ചിട്ടില്ല. നമ്മുടെ ലുബു ആണെങ്കിൽ ആ ഒരു പൊട്ടിത്തെറി അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ കമൻട്രി പറയണ അവനത് നിർത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തോറിൻ്റെ ആ ടെക്നിക്ക് ഒരു മനുഷ്യൻ നിർത്തുന്നത്. തോറിന് ഇനി അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കമൻട്രി പറയുന്നത്. ലുബു ആണെങ്കിൽ പിടിച്ചു നിൽക്കാനാവാതിരിക്കുകയാണ്. കാരണം അത്രയും പവർഫുള്ളായിട്ടൊരു അടിയാണ് വന്നത്. ലുബുവിൻ്റെ കാലത്ത് എല്ല് നൈസായിട്ടൊന്ന് ഒടിയുകയാണ്. ഭയങ്കരമായിട്ട് ഒടിഞ്ഞിട്ട് തൻ്റെ പുറത്ത് നിന്ന് ഇഞ്ചുറിയും ബ്ലഡും ഒക്കെ വരുന്നുണ്ട്. ലുബുവിനാണെങ്കിൽ പിടിച്ചു നിൽക്കാനും പറ്റാണ്ട് ലുബുവിൻ്റെ മറ്റേ കാലും കൂടി ഒന്ന് പൊട്ടുകയാണ്. അപ്പോൾ ലുബുവിൻ്റെ 2 കാലിലും 2 എല്ലും പൊട്ടിയ കാരണം ലുബു മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തിയ കണ്ടിട്ട് ഗോളൊക്കെ ഷോക്കായി പോവാണ്. അയ്യോ, ഞങ്ങൾ മരിക്കാൻ പോവാണെന്നോർത്ത് ഷോക്കാകുമ്പോഴേക്കും ഒരു കുതിര, അല്ലെങ്കിൽ നമ്മുടെ ലുബുവിൻ്റെ റെഡ് ഹെയർ ആയിട്ടുള്ള കുതിര അങ്ങോട്ട് വരുന്നുണ്ട്. മാസ് എൻട്രിയാണ് കുതിര തന്നത്. ആ കുതിര വന്നിട്ട് നമ്മുടെ ലുബുവിൻ്റെ പൊട്ടിയ കാല് നക്കി കൊടുക്കുന്നുണ്ട്. ആ ബ്ലഡൊക്കെ അവിടെ നിന്ന് മാറ്റിയപ്പോഴേക്കും നമ്മുടെ ശിഷ്യന്മാരാണെങ്കിൽ ഒരു മതിൽ പോലെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ലുബുവിനെ സപ്പോർട്ട് ചെയ്യാണ്. ലൂബു 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 എന്നും പറഞ്ഞ് എല്ലാവരും നമ്മുടെ ലുബുവിനോട്ട് സപ്പോർട്ട് ചെയ്യാണ്. സപ്പോർട്ട് കേട്ട ലുബു ആണെങ്കിൽ ഫുൾ എനർജറ്റിക്കായിട്ട് എഴുന്നേക്കുവാണ്. ഈ സമയം നമ്മുടെ തോറാണെങ്കിൽ ലുബുവിനെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ലുബു ആണെങ്കിൽ റെഡ് ഹെയറിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. റെഡ് ഹെയർ എന്ന് പറഞ്ഞത് ആ കുതിരയാണ്. റെഡ് ഹെയറിൻ്റെ മുകളിൽ നമ്മുടെ ലുബു കയറി ഇരുന്നിട്ട് ഒരു ഫൈറ്റിന് തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആ കുട്ടി പയ്യനാണെങ്കിൽ ആ മരം കത്തേണ്ടത് കാണുകയാണ്. ആ കത്തണേൻ്റെ ഇതാർത്ത് ആ കുട്ടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ഇടിമിന്നലിനൊക്കെ ഇത്ര ശക്തിയാണോ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇടിമിന്നൽ അവിടെ വെട്ടുന്നുണ്ട്. അപ്പോൾ തൊട്ട് ആ കുട്ടിക്ക് ഇടിമിന്നലിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുവാണ്. അത്രയ്ക്ക് ശക്തനായ ഇടിമിന്നലിനടുത്ത് ഇപ്പോൾ പ്രസൻറ്റാണ് കാണിക്കുന്നത്. പ്രസൻറ്റിലാണെങ്കിൽ അവരൊരു ഫൈറ്റിന് വേണ്ടി നേർക്ക് നിൽക്കുവാണ്. നീ എനിക്ക് വേണ്ടി ഒരു ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണല്ലേ റെഡ് ഹെയർ. ഇപ്പോഴാണെങ്കിൽ ലുബുവും റെഡ് ഹെയറും ഒരേ നിൽപ്പുവാണ്. ഇവരുടെ തമ്മിലുള്ള ബോണ്ട് അതൊരു വലിയ ബോണ്ടാണ്. ലുബു ആണെങ്കിൽ നേരെ ഓടിയിട്ട് റൈറ്റിലേക്ക് കറങ്ങുവാണ്. എന്നിട്ട് തോറിന് ചുറ്റും കിടന്ന് സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് മനസ്സിലാവാണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. തോറ് വരെ എന്തിനാന്ന് പോലും മനസ്സിലാവാണ്ടാണ് നിൽക്കുന്നത്. ലുബു ആണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ പയ്യൻ പറയുന്നുണ്ട്, ഇതാ ടെക്നിക്കല്ലേ. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഒരുപാട് മലയുടെ മുകളിലാണ്, അല്ലെങ്കിൽ ഒരുപാട് മലയുള്ള സ്ഥലത്ത് ഒരു മലയുടെ മുകളിലായിട്ട് ഒരാൾ നിന്ന് കഠിനമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലുബു ആണ്. 36,767 എന്ന് പറഞ്ഞാണ് അടിക്കണത്. ഓരോ അടിയിലും ഓരോ എണ്ണം എടുക്കും. വൈകുന്നേരം ആവുന്നുണ്ട് എന്നിട്ട് നിർത്താണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 71,705 എന്നും പറഞ്ഞുകൊണ്ടാണ് എണ്ണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അടുത്ത എണ്ണലും എണ്ണുന്നുണ്ട്. ഇങ്ങനെ എണ്ണി അവൻ്റെ ഫോക്കസ് അവൻ്റെ സ്ട്രെങ്ത്തിലേക്ക് കൊടുക്കുവാണ്. ഇങ്ങനെ ഓരോ അടി അടിക്കുന്നതും ഓരോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിയുടെ ഒടുവിൽ ആ വടിയും പൊട്ടിപ്പോകുന്നുണ്ട്. ഇങ്ങനെ അടിച്ചടിച്ചാണ് നമ്മുടെ നിഞ്ചാത്തവരെയൊക്കെ ഇങ്ങനെ വാൾ വെച്ചടിക്കില്ല, അതേപോലെയാണ് അടിക്കുന്നത്. അവൻ അടിച്ചടിച്ച് പൊട്ടിപ്പോകുമ്പോൾ ആ പൊട്ടിയ കഷ്ണം മാത്രം വേറെ സ്ഥലത്തേക്ക് ഇടും. അവിടെ നോക്കുമ്പോൾ ഒരുപാട് പൊട്ടിയുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പുതിയത് ഓർമ്മ എടുക്കുന്നു. ഈ കഠിനമായ ട്രെയിനിങ്ങിനൊടുക്കിലൊരു ബലം ഉണ്ടാവും. എന്നിട്ട് ലുബു ആണെങ്കിൽ തൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ നോക്കിക്കൊണ്ടു. പിന്നെ കാണുവാണെങ്കിൽ ലുബു ഒരു മിസ്റ്റുള്ള സമയത്തും ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഒരുപാട് വടികളാണ് അവിടെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്കില്ലാത്ത വർഷങ്ങളും ലുബു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലുബു എന്തിനാണ് ഇത്ര വലിയ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ, അവന് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് മാൻ ആവാനാണ്. ലുബു രാത്രികളും താണ്ടി, ഒരുപാട് മഞ്ഞ് പെയ്യുന്നതും താണ്ടി, മഴകളും താണ്ടി, വെയിലും താണ്ടിയാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കാണുകയാണ് നമ്മുടെ ആ ഒരു ശിഷ്യനില്ലേ അവൻ. എന്നിട്ട് അവൻ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ലോഡ് ഇത്രയും പവർഫുള്ളായിരുന്നു, ഇത്രയും കഠിന പ്രയത്നം ചെയ്യണമെങ്കിൽ ഞാനും ചെയ്യണം. ഇപ്പോൾ ഒരു മഞ്ഞുള്ള സീനാണ് കാണിക്കുന്നത്. ഈ ഒരു മഞ്ഞുള്ള സീനിലാണ് ലുബു തൻ്റെ മാരക ടെക്നിക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതും ലാസ്റ്റായിട്ട് അത് നിങ്ങൾ തന്നെ കണ്ടോ. Lubu held his halberd in a way that split the sky in two. യെസ്, ലുബു അടിച്ച അടിയിൽ ആ ആകാശം തന്നെ 2 കഷ്ണമായിട്ട് സ്പ്ലിറ്റായി പോവുകയാണ്. സോ മഴയുള്ള കാരണം തന്നെ വോയിസ് ഇച്ചിരി ഇതായിരിക്കും. സോ അതൊന്നും കാര്യമാക്കണ്ട. സോ അതിൻ്റെ അടിയുടെ പേരാണ് സ്കൈ ഈറ്റർ ടെക്നിക്ക്. ഇപ്പോൾ വർഷങ്ങൾക്കൊടുവിലാണ് ഇവൻ ആ ടെക്നിക്ക് കാണാനായിട്ട് പോണത് ഒന്നും കൂടെ. സോ തോറിന് നേരെയാണ് ആ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോണത് ലുബു. തോറാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലുബു ആണെങ്കിൽ ഞാനിപ്പോൾ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞൊരു പോക്കാണ്. നമ്മൾ ആ ടെക്നിക്ക് കണ്ടതാണ് അതിൻ്റെ പവർ എന്താന്ന്. ഇപ്പോൾ തോറും തൻ്റെ മാസീവ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പോവാണ്. ലുബു ആണെങ്കിൽ അവൻ്റെ സ്കൈ ഈറ്റർ ടെക്നിക്കായിട്ടുള്ള മാസീവ് പക്ക ഓവർ പവർ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. തോറാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടതുപോലെ ആ ചുറ്റിക വലിച്ചെറിയുന്നുണ്ട്. നമ്മുടെ ലുബു ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മാറുന്നുണ്ട്. പഴയതുപോലെ തന്നെ പോയ ചുറ്റിക അങ്ങനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു ടെക്നിക്കിലാണ് ലുബുവിൻ്റെ കാലൊടിഞ്ഞതിനെ നമുക്കറിയാം. എന്നിട്ട് ലുബു തൻ്റെ മാസീവ് ടെക്നിക്കായുള്ള സ്കൈ ഈറ്ററും തോറ് തൻ്റെ മാസീവ് ടെക്നിക്കായിട്ടുള്ള ജെറോയിഡ്സ് തോർ ഹാമറും ഉപയോഗിക്കുന്നു. രണ്ടുപേരും പക്ക ഓവർ പവർ ടെക്നിക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. രണ്ടുപേരുടെ മുഖം തനി സൈക്കോ ആണ്. ഇപ്പോൾ നമ്മുടെ പുറത്തെ വാൽഹാലിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അടിച്ചിരിക്കുന്നു. ആ ഇമ്പാക്റ്റ് തന്നെ മുകളിൽ ആകാശം വരെ തുളഞ്ഞു പോകുന്നുണ്ട്. തുളഞ്ഞ ആകാശത്തിൽ നിന്ന് ഇപ്പം നേരെ വാൽഹാല കൗൺസിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അരേനയാണ് കാണിക്കുന്നത്. അരേനയിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി കൊടുത്തിരിക്കുന്നുണ്ട്. സോ ഈ ഒരു അടിയിലൊരു കാര്യം നടന്നായിരുന്നു. സോ അതിപ്പോൾ പറയുന്നില്ല. നമ്മുടെ ഈ ഒരു ഗോളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. കാരണം ബ്രൂണും വരെ പേടിച്ചു പോകുന്നുണ്ട്. ആ എനിക്ക് നിന്നവരൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു, അത്ര വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ ഇതാണ് ആ സംഭവം, നമ്മുടെ ലുബുവിൻ്റെ ഒരു കൈ നഷ്ടപ്പെടുകയുണ്ടായി. പിന്നെ വാൽഹാലയുടെ പുറത്തേക്ക് വരെ അതിൻ്റെ ഓറ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് വരെ വന്നിട്ടുണ്ട്. എല്ലാം ശാന്തമാവുന്നു. ലുബുവിൻ്റെ ഒരു കൈ വരെ നഷ്ടപ്പെട്ടു. അങ്ങനെ ലുബുവിൻ്റെ വോളണ്ടിയറായിട്ടുള്ള ആ വടി അവിടെ നിന്ന് പോയി രാൻഗ്രീസ് വരെ മരിച്ചു പോയി. അങ്ങനെ ആ വടി ലുബുവിന് നഷ്ടപ്പെടുകയുണ്ടായി. ആ വടിയിലായിരുന്നു രാൻഗ്രീസ് ഉണ്ടായിരുന്നത്. ലുബുവിൻ്റെ മറ്റേ കൈയിലും ഇങ്ങനെ തുളകൾ വന്നിട്ടുണ്ട്. ലുബു ആണെങ്കിൽ ആ കൈ കടിച്ച് മാറ്റി കളയുന്നുണ്ടായി, കാരണം അതിന് ഉപയോഗമില്ലല്ലോ ഇനി. എന്നിട്ട് ലുബു ആണെങ്കിൽ മരണം നേരിൽ കാണുന്നുണ്ട്. മരണം നേരിൽ കണ്ട് മരിക്കാനായി ഒരു ദൈവത്തിൻ്റെ കൈ കൊണ്ട്, ഇടിമിന്നലിൻ്റെ കൈ കൊണ്ട് മരിക്കാനായിട്ട് നേരെ തോറിൻ്റെ അടുത്തേക്ക് അതിസന്തോഷവാനായിട്ട് ഓടുന്നുണ്ട്. ഈ ഒരു സീനിലൊക്കെ അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ തോറാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നുണ്ട്. തോറാണെങ്കിൽ എൻ്റെ ഹാമർ ഉപയോഗിച്ച് ലുബുവിൻ്റെ തല അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലുബു എന്ന് പറഞ്ഞ ആ ഇതിഹാസം അവിടെ ഇല്ലാണ്ടാവുകയാണ്. ലുബുവിൻ്റെ തല, കൈ, 2 കൈകളും ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഫൈനൽ ബാറ്റിലായിട്ടുള്ള ആദ്യത്തെ റൗണ്ടിൽ തോറ് ജയിക്കുകയാണ്. തോറ് ജയിച്ചത് കാരണം, ലുബു മരിച്ചത് കാരണവും അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സീസണാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി ആവുന്നുണ്ട്. നമ്മുടെ ശിവയ്ക്ക് വരെ ഭയങ്കര ത്രില്ലാവുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരാളാണ് ശിവൻ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടുത്ത ഫൈറ്റ് കാണാനാണ് ശിവൻ കാത്തിരിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്കും കാണാം.